തൃശൂർ വിയ്യൂർ ജയിലിന്റെ സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഒടുവിൽ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് കൊടും കുറ്റവാളി പിടിയിലായത്. തെങ്കാശി ഊട്ടുമലയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ പിടിയിലാവുകയായിരുന്നു. 2 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ബാലമുരുകൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് നവംബർ 3-നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ഇതിനുശേഷം കേരള തമിഴ്നാട് പോലീസിന്റെ സംയുക്ത ടീമും അന്വേഷണം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പല കേന്ദ്രങ്ങളിൽ നടത്തിയ തെരച്ചിലുകളിൽ നിന്നും ബാലമുരുകനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിലാണ് വാഹന പരിശോധനയ്ക്കിടെ തമിഴ്നാട് ട്രിച്ചിയിൽ നിന്നും പോലീസിന്റെ വലയിൽ ബാലമുരുകൻ കുടുങ്ങുന്നത്. ഊട്ടുമല പോലീസ് ബാലമുരുകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബാലമുരുകനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നും എവിടെയാണ് ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. തൃശൂർ സിറ്റി പോലീസിന് ബാലമുരുകനെ കൈമാറുന്നതിനടക്കമുള്ള തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കും. കൊലപാതക കേസുകൾ അടക്കം 60ഓളം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. ജനം, തൃശൂർ.